ജീവിതത്തിൽ വിജയിക്കണമെന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ആർക്കാണ് ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹമില്ലാത്ത? എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കണം, വലിയ നേട്ടങ്ങൾ കൊയ്യണം, വലിയ വലിയ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണം, വലിയ വലിയ സ്ഥാനത്തൊക്കെ എത്തണം, എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം, പിന്നെ നമുക്ക് സാമ്പത്തികമായി ഉയരണം, ബുദ്ധിപരമായി ഉയരണം, ആരോഗ്യപരമായി ഉയരണം. ഇതൊക്കെ എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷെ ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഓർഡിനറി പീപ്പിൾ ഹാവ് വിഷസ്, സ്ട്രോങ് പീപ്പിൾ ഹാവ് പർപ്പസ്. ഒരു ഉയർന്ന മനുഷ്യനെ സംബന്ധിച്ച് അവന് കൃത്യമായൊരു ലക്ഷ്യബോധമുണ്ട്, കൃത്യമായൊരു ദൗത്യബോധമുണ്ട്, എനിക്കെന്താണ് നേടേണ്ടത്. അപ്പോൾ നമുക്ക് നേടേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി കുറേ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആവശ്യമാണ്. നമ്മൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് നമുക്ക് റിട്ടേൺസ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ജീവിതത്തിലെ ഒരു വിജയത്തിന് വേണ്ടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഒന്നും ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുന്നെങ്കിൽ ബോണസായിട്ട് കരുതിക്കോ. ഒന്നും ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട, ഒന്നും ഫ്രീയുമല്ല. എല്ലാത്തിനും ഒരു വിലയുണ്ട്. നമ്മൾ അപ്പനും അമ്മയും തരുമെന്നോ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി ഇതെല്ലാം കരുതി തരുമെന്നോ, ആരെങ്കിലുമൊക്കെ നമ്മുടെ പെയിനും നമ്മുടെ സാക്രിഫൈസും ഒക്കെ ഏറ്റെടുക്കുമെന്നോ ഒക്കെ വിചാരിക്കുന്നത് ലോകമണ്ടത്തരമാണ്. ചെറിയൊരു കാലഘട്ടത്തിലൊക്കെ അതൊക്കെ സാധിച്ചു എന്നിരിക്കും. ഒരു ലോങ് റണ്ണിൽ നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ അതിൻ്റെ റിട്ടേൺ നേടിയെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ജീവിതത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഭാഗ്യം തേടി കാനഡയിലേക്ക് പോയൊരു പെൺകുട്ടിയാണ്. 3-4 വർഷമായി കാനഡയിൽ ജീവിക്കുന്നു. വളരെ സ്ട്രഗ്ലിംഗ് ആണ്. കാരണം കാലാവസ്ഥയുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, ജോലിയുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, ജീവിത സാഹചര്യങ്ങളൊക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം എന്നെ വിളിച്ച് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യം, ആ കുട്ടിയുടെ ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത് അതികാലത്ത് എഴുന്നേൽക്കുക, വളരെ അതികാലത്ത് എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു, ജോലിക്ക് പോയി കുറേ ജോലി ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു, യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് വീണ്ടും കുറച്ച് ജോലി ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, പഠിക്കുന്നു. 3 മണിക്കൂർ 3.5 മണിക്കൂറൊക്കെയാണ് ഉറങ്ങുന്നത്. ഇതാണ് ഈ കുട്ടിയുടെ റൊട്ടീൻ. ആ കുട്ടി എന്നോട് പറഞ്ഞത്, സാറേ ഇതിൻ്റെ പകുതി ജോലി ഞാൻ നാട്ടിൽ ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാളൊക്കെ വളരെ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും എനിക്ക് ജീവിക്കാമായിരുന്നു. കാരണം ആ കുട്ടി ചെയ്യുന്ന ജോലി എന്നൊക്കെ പറയുന്നത് ഇവിടെ ബംഗാളി ചെയ്യുന്ന ജോലിയാണ്. ഈ ജോലികൾ നമ്മുടെ നാട്ടിലാരും ചെയ്യില്ല, നമുക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ നമ്മൾ വിദേശ രാജ്യത്ത് ചെല്ലുമ്പോൾ നമ്മൾ കണ്ടമാനം ജോലി ചെയ്യുന്നു. മാത്രമാണ് ജോലി കഴിഞ്ഞ് വന്ന് നമ്മുടെ സ്വന്തം തുണി കഴുകുന്നതായാലും ഭക്ഷണം ഉണ്ടാക്കുന്നതായാലും നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ആരുടെയും സഹായമില്ലാതെ നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ. ഇതാണ് ലോക യാഥാർത്ഥ്യം. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വിദേശത്തൊക്കെ ഭയങ്കര സംഭവമാണെന്ന്, നമ്മുടെ നാട്ടിലെല്ലാം മോശമാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ജോലി ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ എല്ലാം മോശമാണ്. ഇവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടി വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിലെന്തെങ്കിലും ജോലി ചെയ്യുമോ? ഒരു ജോലിയും ചെയ്യില്ല. വന്നു കഴിഞ്ഞാൽ നേരെ കട്ടിലിലോട്ട് കയറും, അല്ലെങ്കിൽ ഒരു സോഫയിലോട്ട് കയറും. ഇത്രയേ ഉള്ളൂ. എത്രയോ സമയമാണ് നമ്മൾ സ്ക്രീനൊക്കെ നോക്കിയിരിക്കുന്നത്. ആ കുട്ടി പറയായിരുന്നു, എനിക്ക് ഒരു പിന്നെ സ്ക്രീന് നോക്കാനുള്ള ടൈമില്ല, ഫോൺ പോലും അത്യാവശ്യം ഒന്ന് വീട്ടിലേക്ക് വിളിച്ചാലായി. ഒരു മെഷീൻ പോലെ ആ കുട്ടി കിടന്ന് കറങ്ങുകയാണ്. ഇതാണ് പലരുടെയും വിദേശ രാജ്യത്തേക്ക് ജീവിതം. ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അവരാരും എൻജോയ് ചെയ്യുന്നില്ല. ചെയ്യുന്നവരുണ്ട്, വളരെ ടോപ്പായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്ന, വളരെ കൃത്യം മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ സൗഭാഗ്യത്തോടെ ജീവിക്കാൻ പറ്റുന്ന, വളരെ എമിനൻ്റായിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചെറിയ വിഭാഗം ആൾക്കാരേ ഉള്ളൂ അങ്ങനെയൊക്കെ. ബാക്കി എല്ലാവരും അമിതമായി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഷ്ടപ്പെടാതെ ജീവിക്കുക അല്ലെങ്കിൽ അധ്വാനിക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒരു ജോലി ചെയ്യുമ്പോൾ തന്നെ പല ജോലികൾ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ഇന്ന് സ്ഥാപനങ്ങളിലൊക്കെ നിലനിൽക്കാൻ പോലും പറ്റുള്ളൂ. മൾട്ടി ടാസ്കിങ്, ഒരേ സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരു സമയത്ത് 9 കാര്യങ്ങൾ ചെയ്യാനറിയാവുന്നവരൊക്കെയാണ് ഇനി പിടിച്ചു നിൽക്കാൻ പോകുന്നത്. അതിനൊക്കെ വേണ്ടിയുള്ളൊരു പരിശ്രമം ചെറിയ പ്രായം മുതലേ ഉണ്ടാകും. ഞാൻ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്, കഴിഞ്ഞ ഒരു 10-30 കൊല്ലമായിട്ട് ജനിച്ച് വളരുന്ന കുട്ടികളിലൊക്കെ പൊതുവെ അവർ അധികം പണിയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മെനക്കെടാതെ എങ്ങനെ ജീവിക്കണമെന്നുള്ളതാണ് ഒന്നാമത്തെ ആഗ്രഹം. രണ്ടാമത്, അവർക്ക് വലിയ സുഖസൗകര്യങ്ങളോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. പണ്ട് കാലത്ത് നല്ല മെനക്കെട്ടാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. ഇന്നങ്ങനെയല്ല, വലിയ സ്വപ്നങ്ങളാണ്. BMW വരുന്ന സ്വപ്നം, പക്ഷെ പ്രവർത്തനം കാളവണ്ടിയിലാണ്. ഇവിടെ ഈ അന്തരമാണ് ഏറ്റവും വലിയ
ഒരു ക്രിട്ടിക്കൽ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ആ ക്രിട്ടിക്കൽ ഗ്യാപ്പ് നമുക്ക് എങ്ങനെ പരിഹരിക്കാം? ഏറ്റവും പ്രധാനമായിട്ട് നോ പെയിൻ നോ ഗെയിൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒന്നും ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. നമുക്ക് എന്തെങ്കിലും സബ്സ്റ്റാൻഷ്യൽ ഗെയിൻ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പെയിൻ എടുക്കാൻ നമ്മൾ തയ്യാറാവണം. കുറേ ഉറക്കമൊക്കെ വേണ്ടാന്ന് വെക്കേണ്ട വരും, കുറേ സ്ക്രീൻ ടൈമൊക്കെ വേണ്ടാന്ന് വെക്കേണ്ട വരും, കുറേ സുഖങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കേണ്ട വരും, കുറേ ഫ്രണ്ട്ഷിപ്പ് ടൈമൊക്കെ വേണ്ടാന്ന് വെക്കേണ്ട വരും. എന്തെങ്കിലുമൊക്കെ പെയിനുകൾ എടുക്കാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ സബ്സ്റ്റാൻഷ്യലായിട്ടുണ്ടാക്കുക നടക്കത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ജീവിച്ചു പോകാം. പലരോടും ചോദിക്കും എങ്ങനെയുണ്ട്, വലിയ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ആൻസർ ആയിരിക്കും ലൈഫ് മുഴുവൻ നമുക്ക് കിട്ടുന്നത്. വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു കൂടുന്നൊരവസ്ഥയാണ്. എന്നാൽ ഒരു ശക്തമായ ജീവിതം അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് നമുക്ക് ഉയർന്നു വരണമെങ്കിൽ വി ഹാവ് ടു ടേക്ക് സം പെയിൻ ഇൻ അവർ ലൈഫ്. അതെടുക്കാൻ നമ്മൾ അത് മനസ്സോടെ സന്തോഷത്തോടെ എടുക്കണം. ചിലർക്കൊക്കെ പെയിൻ ഉണ്ട്, പക്ഷെ അത് സന്തോഷത്തോടെ അല്ല അവർ ആ പെയിൻ സ്വീകരിക്കുന്നത്. ആ പെയിൻ സന്തോഷത്തോടെ എടുക്കുമ്പോൾ അതിന് ഡെഫിനറ്റായിട്ടും ഒരു മറു സൈഡുണ്ട്. ഒരു കയറ്റം ഉണ്ടെങ്കിൽ അതിനൊരിറക്കമുണ്ട്. ആ കയറ്റം സന്തോഷത്തോടെ കയറുന്നവർക്ക് ആ ഇറക്കം എൻജോയ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റുകൾ കിട്ടും, ഒരു സംശയമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, റിസ്ക് എടുക്കാതെ നമുക്ക് ഒരു റിവാർഡും കിട്ടത്തില്ല. ലോകത്തിൽ നേട്ടങ്ങൾ കൈവരിച്ച മനുഷ്യരുടെ എല്ലാം പ്രത്യേകത അവർ ശക്തമായ റിസ്ക് എടുത്തവരാണ്. നിങ്ങളുടെ റിസ്കിൻ്റെ ഡിഗ്രി എത്ര കണ്ട് കൂടുതലാണ് അത്ര കണ്ടായിരിക്കും നമുക്കുണ്ടാകുന്ന റിവാർഡ്സ്. മലയാളി പൊതുവേ റിസ്ക് എടുക്കാൻ അല്പം പേടിയുള്ളവരാണ്, പിന്നെ റിസ്ക് എടുക്കാൻ ഭയമുള്ളവരാണ്, റിസ്ക് എടുക്കാനുള്ള ഒരു ത്രാണിയില്ലാത്തവരാണ്. പൊതുവേ നമ്മൾ സെക്യൂർഡായിട്ടുള്ള കാര്യങ്ങളുടെ പുറകിലാണ് പോകുന്നത്. എന്തിനാണ് ഈ കോഴ്സ് എടുത്തതെന്നൊക്കെ ചോദിച്ചാൽ ചിലർ പറയുന്നത് സെക്യൂർഡായിട്ടുള്ള ജോലി കിട്ടും, അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇനി അങ്ങനെ ഒരു ജോലിയില്ല, ഒരു രംഗത്തും ഇല്ല. ഇപ്പോൾ അധ്യാപന ജോലി തന്നെ എടുത്തു, ഇനി സെക്യൂർഡല്ല. ഗവൺമെൻറ് ജോലി ഇനി സെക്യൂർഡല്ല. കാരണം ഇതിൻ്റെയൊക്കെ ആവശ്യം എന്നാണ് തീരാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. പുതിയ ടെക്നോളജിയും സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ വലിയ തോതിൽ എല്ലാ രംഗത്തും ജോലി നഷ്ടപ്പെടും. ആർക്കായിരിക്കും ജോലി നഷ്ടപ്പെടുന്നത്? പലപ്പോഴും വീക്കായിട്ടുള്ളവർക്കായിരിക്കും ജോലി നഷ്ടപ്പെടുന്നത്. റിസ്ക് എടുക്കാൻ അറിയാവുന്നവനൊരു ജോലി നഷ്ടപ്പെട്ടാൽ അത് ഭാഗ്യമാണ്. കാരണം അവനെ സംബന്ധിച്ച് ആ ജോലിയിൽ നിന്ന് അക്വയർ ചെയ്ത സ്കില്ല് അവൻ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അത് റിസ്ക് എടുത്ത് വ്യാപാരം ചെയ്ത് അവൻ മിടുക്കനാവും. റിസ്ക് എടുക്കാനുള്ളൊരു കഴിവ് ചെറിയ പ്രായം മുതലേ നമ്മൾ കുട്ടികളിലും വളർത്തിയെടുക്കണം, നമ്മൾ ഓരോരുത്തരും വളർത്തിയെടുക്കണം. കാരണം റിസ്ക് എടുക്കണം. ആദ്യമൊക്കെ വലിയ ഷെയ്ക്കി ആയിട്ടുള്ളൊരു സ്റ്റാർട്ടായിരിക്കും എല്ലാവർക്കും കിട്ടുക. പക്ഷെ അതിലൊന്നും പതറിപ്പോവാതിരിക്കുക, നിരന്തരമായിട്ട് പരിശ്രമിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ഗുണമുണ്ടാവും, വിജയം ഉണ്ടാവും, ഒരു സംശയമില്ല. മൂന്നാമതായിട്ട് ഞാൻ കാണുന്നത് ലോയൽറ്റി. നമുക്ക് ഒരു സ്ഥാപനത്തോടായാലും വ്യക്തിയോടായാലും നമുക്ക് ലോയൽറ്റി ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ വളരെ ലോയലായി നിന്നില്ലെങ്കിൽ നമ്മളെ ആരും വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്നേഹം ഉണ്ടാകാനോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. ആ ലോയൽറ്റി ബിൽഡ് ചെയ്യാൻ നമുക്ക് കഴിയണം. അപ്പം കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്നവനെ ആരാ മൈൻഡ് ചെയ്യുന്നു? അന്നേരമുള്ള ബെനിഫിറ്റ് നോക്കി ഓടുന്നവനെ ആരാ മൈൻഡ് ചെയ്യുന്നു? നമ്മൾ തന്നെ കണ്ടു, രാഷ്ട്രീയത്തിലൊക്കെ സ്ഥിരമായി ഒരു പാർട്ടിയിൽ തന്നെ നിന്ന ആൾക്കാർക്ക് അതിൻ്റെ റിവാർഡ് കിട്ടി. അതേസമയം ഓടി പോയ പലർക്കും അതിന് ഭയങ്കര നഷ്ടങ്ങളുണ്ടായി. ചില നിലപാടുകൾ കൊണ്ട് വേറെ പാർട്ടിയിലൊക്കെ പോയവരെ നമുക്ക് മനസ്സിലാക്കാം. ഇത് വെറും ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി അന്നേരം പാർട്ടി മാറിയൊക്കെ ഓടിയ ആൾക്കാരുണ്ട്. അവസാനം ഒന്നും ആവാതെ അവർ അവസാനിച്ചു പോയി. ചില കുട്ടികളൊക്കെ ഒരു സ്ഥാപനത്തിൽ 1 കൊല്ലം നിൽക്കും, 6 മാസം നിൽക്കും, അരക്കൊല്ലം നിൽക്കും, ഇങ്ങനെ പോകുന്ന കുട്ടികളുണ്ട്. അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കൊരു കരിയർ ബിൽഡ് ചെയ്യാനേ സാധിക്കത്തില്ല. നിങ്ങളൊരു നല്ല റിലേഷൻഷിപ്പോ നല്ല ഒരു സ്നേഹമോ നല്ല ഒരു ബന്ധമോ ഒക്കെ നിലനിർത്തണമെങ്കിൽ അവിടെ ഒരു ലോയൽറ്റി ഉണ്ട്. വെദർ നമുക്ക് ഇപ്പോൾ അന്നേരം കിട്ടുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ പുറകിന് മാത്രം ഓടുന്നവർക്ക്, ഇൻസ്റ്റൻ്റായിട്ടുള്ള സന്തോഷങ്ങൾക്ക് പുറകിന് മാത്രം ഓടുന്നവർക്ക് ഒരു ലോയലായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താനോ അതിലൂടെ കിട്ടുന്ന സ്നേഹവും കൂട്ടായ്മയും ഫെലോഷിപ്പും റിലേഷൻഷിപ്പും ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. വിവാഹബന്ധത്തിലും ഇതേ പ്രശ്നങ്ങളുണ്ട്. നമ്മളൊരാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മാരിയിങ് ഫോർ ലൈഫ്, ജീവിതത്തിന് വേണ്ടിയാണ്. അപ്പോൾ അവിടെ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പിന്നെ പരസ്പരം വളർത്തുക, നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ പരസ്പരം വളർത്തുക. ഇതാണ് വിവാഹ ജീവിതത്തിലെ വിജയത്തിനുള്ള ഏറ്റവും വലിയ ഒരു റെസിപ്പി എന്ന് പറയുന്നത്, പരസ്പരം വളർത്തുക.
നമ്മൾ രണ്ടുപേരും വിവാഹം കഴിക്കുമ്പോൾ ഒരിക്കലും അത് നമുക്ക് കമ്പാറ്റബിളൊന്നും ആയിരിക്കത്തില്ല. കാരണം രണ്ട് വ്യത്യസ്തമായ സാഹചര്യത്തിൽ നിന്ന് വരുന്ന രണ്ട് പേഴ്സണാലിറ്റീസാണ്. അവരൊരുമിച്ച് ചേർന്ന് കുറേ വർഷങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പരസ്പരം മനസ്സിലാക്കിയും പരസ്പരം വളർത്തിയും പരസ്പരം ഉയർത്തിയും പരസ്പരം സന്തോഷിപ്പിച്ചുമൊക്കെ വളർന്നു വരുമ്പോൾ അതൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് മാറുന്നു. അതിന് പിന്നെ ഒരു സെപ്പറേഷൻ ഇല്ല. നേരെ മറിച്ച് നമ്മളതിനകത്ത് കുറ്റങ്ങൾ കണ്ടുപിടിക്കുക, നമ്മൾ ലോയലാകുമ്പോഴാണ് അത് നമുക്ക് നിരന്തരമായി വളർത്താൻ സാധിക്കുള്ളൂ. കാരണം അവിടെ നമ്മൾ കമ്മിറ്റഡാണ്, പിന്നെ വേറൊരു ഓപ്ഷനില്ല. ഓപ്ഷൻ വരുമ്പോഴാണ് നമ്മുടെ ലോയൽറ്റി ഒക്കെ നഷ്ടപ്പെടുന്നത്. ഓപ്ഷൻ വരുമ്പോഴാണ് നമ്മുടെ അത്തരം റിലേഷൻഷിപ്പിനുള്ള സാധ്യതകളെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്നത്. അപ്പോൾ എത്ര കണ്ട് നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ ലോയലായിട്ട് നിൽക്കാൻ നമുക്ക് കഴിയും. തെറ്റുകളൊക്കെ വരാം, പ്രശ്നങ്ങളൊക്കെ വരാം, പക്ഷേ എന്നാലും നമുക്കറിയാം ലോങ് ലാസ്റ്റിങ്ങിൽ ഇതാണ് എൻ്റെ ലോങ് ടേം ആയിട്ട് ഇതൊരു ഫുള്ളി കമ്മിറ്റഡാണ്, ഇതിൽ തന്നെയാണ് എനിക്ക് നിൽക്കേണ്ടത്, ഇതല്ലാതെ വേറൊരു ഓപ്ഷനില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ ലോയലായി നിൽക്കുകയും കൂടുതൽ പരസ്പരം മനസ്സിലാക്കുകയും പരസ്പരം ഡെവലപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്ത് വളരെ കമ്പാറ്റബിളായിട്ടുള്ള രണ്ട് പേരായിട്ട് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ മാറും. ഇതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. അതിന് രണ്ടുപേരും ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. എഫേർട്ട് ഇല്ലാതെ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല, പ്രോഗ്രസ് ഉണ്ടാകത്തില്ല. പലരുടെയും പ്രശ്നമാണ്, ഒരു എഫേർട്ട് ഇടാൻ വയ്യ. വലിയ വിജയങ്ങൾ വേണം. നീറ്റൊക്കെ എഴുതാനായിട്ട് പോകുന്ന കുട്ടികളുണ്ട്. വലിയ എഫേർട്ട് വേണ്ട ഒരു ഫീൽഡാണ്. പരീക്ഷയുടെ CBSEയുടെയും അല്ലെങ്കിൽ പിന്നെ +2ൻ്റെയൊക്കെ റിസൾട്ട് വന്നപ്പോൾ തന്നെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ പ്രയാസവും വലിയ സ്ട്രെസ്സും വലിയ ആകുലതകളും വലിയ ഭയവും ഒക്കെ ഉണ്ടായിട്ടുള്ള കുട്ടികളാണ് നീറ്റിന് പോകുന്നത്. ഞാൻ പലപ്പോഴും അവരോട് പറയും, ഈ ഒരു മെൻറ്റാലിറ്റി വെച്ചുകൊണ്ട് നീറ്റിന് പോയിട്ട് കാര്യമില്ല. കാരണം നീറ്റിന് പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളെ ചലഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ഏത് വലിയ കോമ്പറ്റീഷനിലേക്ക് പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളെ ചലഞ്ച് ചെയ്യും. ഒന്ന്, വളരെ ശക്തമായ എഫേർട്ട് ഇട്ടേ പറ്റുള്ളൂ. ഓരോ എക്സാമും അല്ലെങ്കിൽ ഓരോ ചാലഞ്ചും എത്ര കണ്ട് വലുതാണ് അതിനനുസരിച്ച് നമ്മുടെ എഫേർട്ടുകൾ ഉയരണം. അപ്പോൾ ആ ചാലഞ്ചിന് മേളിൽ നമ്മുടെ എഫേർട്ട് എത്തിയാൽ മാത്രമേ സാധ്യതയുള്ളൂ. ഇത് നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? അപ്പോൾ എഫേർട്ട് ഇടാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട്. രണ്ട്, അതിൻ്റെ ഔട്ട്കം എന്തായാലും അതിനെ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം. കാരണം എവറി ബിഗ് ഗെയിം ഒരു മെൻ്റൽ ഗെയിമാണ്. മനസ്സിലാണ് അതിൻ്റെ പോരാട്ടം. ഈ എഡ്മണ്ട് ഹിലാരിയെക്കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹം ഈ എവറസ്റ്റ് കീഴടക്കാൻ പലതവണ ശ്രമിച്ചതാണ്. ഓരോ പ്രാവശ്യവും അദ്ദേഹം ആ ശ്രമം വിജയിക്കാതെ വരുമ്പോൾ അദ്ദേഹം തിരിച്ചിറങ്ങി വന്നിട്ട് എവറസ്റ്റിനെ നോക്കി പറയുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. എവറസ്റ്റ്, നിനക്കിനി വളരാൻ സാധിക്കില്ല, പക്ഷെ ഞാൻ തിരിച്ചു വന്ന് വളർന്ന് നിന്നെ തോൽപ്പിക്കും. അപ്പോൾ നീ തരുന്ന ചലഞ്ചിനേക്കാൾ ഉയരത്തിൽ ഒരു ദിവസം വരും, അന്ന് നീ എനിക്ക് കീഴടങ്ങും. ഇതാണ് എഡ്മണ്ട് ഹിലാരി പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സാന്നിധ്യം. അതാണ് കീൻ എഫേർട്ട്. കാരണം എത്ര ബിഗറാണ് ചലഞ്ച്, അതിനേക്കാൾ ഒരു പടി മുന്നിൽ ഞാൻ എത്തിക്കഴിയുമ്പോൾ ഞാൻ വിജയിച്ചു. അപ്പോൾ പരാജയങ്ങളിൽ നിന്നിങ്ങനെ വിഷമിച്ച് പിൻവാങ്ങാതെ എഫേർട്ടുകൾ കൂട്ടി കൊണ്ടുവന്ന് വിജയിക്കാനായിട്ട് സാധിക്കണം. പല പ്രാവശ്യം തോറ്റ പല ആൾക്കാരും ഇപ്രാവശ്യം ഇലക്ഷൻ ജയിച്ചു. ആ ജയിച്ച ആൾക്കാരെയൊക്കെ നോക്കിയാൽ അറിയാം, അവർ പരാജയപ്പെട്ടിട്ടും ആ നിയോജകമണ്ഡലത്തിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആൾക്കാരാണ്. അവരവിടെ തന്നെ നിന്നു. പരാജയപ്പെട്ടു, ഓക്കെ, ഞാനിവിടെ തന്നെ ഉണ്ട്. അവരാ പ്രതീക്ഷ കൈവിടാതെ അവിടെ തന്നെ പ്രവർത്തിച്ചു. ചിലർ അവിടെ തന്നെ പ്രവർത്തിച്ചെങ്കിൽ ആ സീറ്റിൽ അവർക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ല, അവർ വേറെ സീറ്റിൽ പോകേണ്ട വന്നു. പക്ഷേ എന്നിട്ട് പോലും അവർ വിജയിച്ചു. കാരണം ആ പ്രവർത്തനത്തിൻ്റെ ഒരു ശക്തി, അതിലൂടെ ജനങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുകൾ വർദ്ധിച്ചു, അവരുടെ സ്കില്ല് ഡെവലപ്പായി, അവരിലെ ഒരു നേതൃത്വ ഗുണം ഡെവലപ്പായി. പ്രവർത്തനത്തിലൂടെ കിട്ടുന്ന ഒരു ശക്തിയാണ്. സ്വാഭാവികമായിട്ട് എഫേർട്സ് ഭയങ്കരമായിട്ടുണ്ടെങ്കിലേ നമുക്ക് ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പലപ്പോഴും വേറൊരു വലിയ പ്രശ്നം, നോ ട്രസ്റ്റ് നോ ഫ്രണ്ട്ഷിപ്പ്. നമുക്ക് റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉണ്ടാകുന്നതിൽ വളരെ പ്രധാനമായൊരു കാര്യമാണ് വിശ്വാസം. പലർക്കും വിശ്വാസമില്ല, സമൂഹത്തെ വിശ്വാസമില്ല, മനുഷ്യരെ വിശ്വാസമില്ല, ഒന്നിനെക്കുറിച്ച് ഒരു വിശ്വാസമില്ല. ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മെൻ്റൽ ക്വാളിറ്റിയാണ്. നമുക്കൊരാളെ ഫ്രണ്ട്ഷിപ്പിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആദ്യം ഫ്രണ്ട്ലി ആവണം. അതിന് ബേസിക്കായിട്ട് നമ്മളെ സഹായിക്കുന്നൊരു കാര്യം നമ്മളിലെ വിശ്വാസമാണ്. ട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും? ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയുള്ളവർക്ക് ഫ്രണ്ട്സ് ഉണ്ടാവില്ല. ധാരാളം ആൾക്കാരെ ഞാൻ കാണാറുണ്ട്, അവർക്ക് ഫ്രണ്ട്സ് ഇല്ല. ഇതിൻ്റെ ഒരു കാരണം അവർക്ക് ആരെയും വിശ്വാസമില്ല, അവർക്ക് ഒന്നിനെയും വിശ്വാസമില്ല, അവർക്ക് അവരെ തന്നെ വിശ്വാസം ഉണ്ടോ എന്ന് സംശയമാണ്. ഇതൊരു മെൻ്റൽ ലോനെസ്സാണ്.
നമുക്ക് മാനസികമായ ഉയർന്ന ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ആ വിശ്വാസവും പ്രത്യാശയും ഒക്കെ ആ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. നമ്മൾ അവിടെ ഒരു റിസ്ക് ഉണ്ട്, ഒരു എലിമെൻ്റ് ഓഫ് റിസ്ക് ഉണ്ട്. ആരെയും വിശ്വസിക്കാതെ, ഒന്നും വിശ്വസിക്കാതെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ കണക്റ്റ് ആവുന്നത്? നമുക്ക് നാളെ ആരും കാണില്ല. ഞാനെപ്പോഴും ആൾക്കാരോടൊക്കെ പറയാറുണ്ട്, ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ആൾക്കാരുമായിട്ടൊക്കെ കൂടുതലങ്ങ് ഇടപെടണം. അപ്പോൾ ചില ആൾക്കാർ എന്നോട് പറയുന്നതാണ്, 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ വളരെ നെഗറ്റീവായി കഴിഞ്ഞു. അവർക്ക് ആരുമായിട്ടും ഇടപെടാനും ആരെയും ഒന്ന് ഇൻവൈറ്റ് ചെയ്യുന്ന വീട്ടിലോട്ടൊക്കെ വാ എന്നൊന്ന് ഇൻവൈറ്റ് ചെയ്യുകയും ബന്ധങ്ങളൊക്കെ ഒന്ന് കൂട്ടുകയും കൂട്ടായ്മകളിലൊക്കെ കൂടുതൽ ചില കൂട്ടായ്മകളിലൊക്കെ വന്നിരുന്നിട്ട് ആൾക്കാർ പറയുന്നത് ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. പ്രത്യേകിച്ചൊരു കാര്യമില്ലെങ്കിൽ പോലും കൂടിയിരിക്കുന്നത് പോലും ഒരു ശക്തിയാണ്. ചിലർ പറയുന്നത് ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, കൂട്ടായ്മകൾക്കൊന്നും ഒരു ഗുണവുമില്ല, അസോസിയേഷൻസിനൊന്നും ഒരു ഗുണവുമില്ല. എനിക്കെന്ത് കിട്ടും എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും മറ്റുള്ളവർക്കൊന്നും കൊടുക്കാൻ കഴിയില്ല. നമുക്കൊരു വിശ്വാസമൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യം കുറേ ഒന്ന് കൊടുക്കണം. ഒരു ഗിവർ ആവണം ആദ്യം. കൊടുക്കുമ്പോഴും നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ധാരാളമായിട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ഗിവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ്, നോ ഡൗട്ട്. ആൻഡ് നോ ഡിസിപ്ലിൻ, നോ റിസൾട്ട്. റിസൾട്ട് വേണമെങ്കിൽ ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിൻ ഇല്ലാത്ത ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പ്രയാസമാണ്. ചില കോർപ്പറേറ്റുകളെയൊക്കെ നോക്കിയാൽ അവർ എക്സെപ്ഷണലായിട്ട് വളരുന്നു. എന്താണ് അതിൻ്റെ പ്രത്യേകത? അതേ രംഗത്തുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങൾ തകരുന്നു. ഡിസിപ്ലിനാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് പറയുന്നത്. ആ കൺസിസ്റ്റൻ്റ് എഫേർട്ടാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ആ ഡിസിപ്ലിൻ കൊടുക്കാൻ കഴിയാത്ത പല സ്ഥാപനങ്ങളും വ്യക്തികളും, നമുക്ക് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഒന്നും നേടാനായിട്ട് പറ്റില്ല. ഏത് വലിയ കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടിയും പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ ഡിസിപ്ലിനാണ് ഏറ്റവും പ്രധാനമായിട്ട്. സിവിൽ സർവീസിൻ്റെ പരീക്ഷയിൽ ഏറ്റവും മിടുക്കരല്ല സിവിൽ സർവീസൊക്കെ നേടുന്നത്, വളരെ ഡിസിപ്ലിൻഡ് എഫേർട്ട് ഇട്ടവരാണ്. അവർക്ക് കൃത്യമായ എല്ലാത്തിനും ഒരു പ്ലാനിങ് ഉണ്ട്, കൃത്യമായൊരു ഓർഗനൈസിങ് ഉണ്ട്, കൃത്യമായൊരു എക്സിക്യൂഷൻ ഉണ്ട്. അവർ വളരെ പ്ലാൻഡാണ് എല്ലാ കാര്യത്തിലും. അവരെവിടെ നിൽക്കുന്നു എന്ന് അവർക്ക് ഓരോ സമയത്തും അറിയാം. അവരത് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എല്ലാം അവരളക്കും, എല്ലാവരും മെഷർ ചെയ്യും. അതുകൊണ്ട് അവർക്ക് പ്രോഗ്രസ് കൃത്യമായിട്ട് സൃഷ്ടിക്കാൻ കഴിയും. ഡിസിപ്ലിൻ ഇല്ലാത്തവർക്ക് ജീവിതത്തിൽ വിജയിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. വേറൊന്ന്, നമുക്ക് സ്ട്രഗിൾസ് ഇഷ്ടമല്ല. സ്ട്രഗിൾസ് ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് സ്ട്രെങ്ത് ഉണ്ടാവുന്നത്? മനുഷ്യൻ സ്ട്രോങ് ആവുന്നത് സ്ട്രഗിൾസിലൂടെയാണ്. നിങ്ങൾക്ക് കരുത്താർജിക്കണമെങ്കിൽ നിങ്ങൾക്ക് വീഴ്ചകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടാവണം. നമുക്കിതൊന്നും ഇഷ്ടമല്ല. മാത്രമല്ല, ഈ ചെറുപ്പക്കാർക്കൊക്കെ അത് ബൈപ്പാസ് ചെയ്ത് കൊടുക്കാനായിട്ട് പേരൻസൊക്കെ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ അത് ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കുക. ആ സ്ട്രഗിളെല്ലാം വേറെ ആൾക്കാരെ ഏൽപ്പിക്കും. സ്ട്രഗിളിലൂടെ നമ്മൾ തന്നെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ കരുത്തരായ മനുഷ്യരായി മാറുന്നത്. അത് കേരളത്തിന് ഒരു പുതിയ മുഖ്യമന്ത്രി വന്നു. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അതിശക്തമായ പോരാട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം എന്ന ആ ലീഡർ ഈ സമൂഹത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടത്. എന്നിട്ടും എല്ലാവരും പറഞ്ഞു പിന്നെ ഈ പാർട്ടിയിലൊന്നും ഇങ്ങനെയുള്ള ആളിനെ ഒരിക്കലും മുഖ്യമന്ത്രി ആക്കില്ല, ഒരു മന്ത്രിയായിട്ട് പോലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾ ഒരിക്കലും മുഖ്യമന്ത്രി ആവില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാർ, അപ്പോൾ എല്ലാവരും നെഗറ്റീവായിട്ട് പറയുമ്പോഴും വളരെ കൃത്യമായി അദ്ദേഹം ആ കസേരയിലെത്തി. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണ്? അദ്ദേഹം കടന്നുപോയ സ്ട്രഗിൾസാണ്. ചെറിയ പ്രായം മുതലേ അദ്ദേഹം ഒരുപാട് പോരാടിയപ്പോഴൊക്കെ പലപ്പോഴും അദ്ദേഹത്തിന് ചുണ്ടിനും കപ്പിനും ഇടയിൽ പല സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് അറിയാം ആ നഷ്ടപ്പെടലിൻ്റെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കി ഇനിയൊരു നഷ്ടപ്പെടൽ ഉണ്ടാകാതിരിക്കാൻ എങ്ങനെ കവർ ചെയ്ത് പ്രവർത്തിക്കണം, ആ പ്രവർത്തനമാണ് അദ്ദേഹത്തിന് ആ നഷ്ടപ്പെടൽ. ഒരു പക്ഷേ അദ്ദേഹം കൂടെ കൂട്ടിയത് ജനത്തെയാണ്. മറ്റു പല ആൾക്കാരും കൂടെ കൂട്ടിയത് നേതാക്കന്മാരുടെ സംഖ്യകളാണെങ്കിൽ അദ്ദേഹം കൂടെ കൂട്ടിയത് ജനത്തെയാണ്. ജനത്തിൻ്റെ ഒരു വലിയ പ്രഷർ, രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിജീവിക്കാൻ പറ്റാത്തൊരു പ്രഷർ ജനത്തിൻ്റെ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത കസേരയിൽ ഇരുത്താനേ പറ്റുള്ളൂ, വേറൊരു ഓപ്ഷൻ ഇല്ലാതെ പോയി. സ്ട്രഗിൾ ചെയ്ത ആൾക്കാരാണ് വളരെ എക്സലൻ്റായിട്ട് വലിയ ആൾക്കാരായി പിന്നീട് മാറുന്നത്. നമ്മൾ ലോകത്തിൽ എവിടെ മനോഹരമായ വിജയങ്ങൾ കാണുമ്പോഴും അതിൻ്റെ എല്ലാം പുറകിൽ ആ മനുഷ്യൻ നടത്തിയ സ്ട്രഗിൾസ് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏത് രംഗത്തും സഞ്ജു സാംസൺ നെക്ക് എടുത്തു കഴിഞ്ഞാൽ അത് കാണാം. ഇത് ഭയങ്കരമായ സ്ട്രഗിൾസിലൂടെയാണ്. എപ്പോഴും നെഗ്ലക്റ്റ് ചെയ്യപ്പെടുക, ഡിസ്കാർഡ് ചെയ്യപ്പെടുക,
അറ്റാക്ക് ചെയ്യപ്പെടുക. സ്ഥാപനങ്ങളിലൊക്കെ അങ്ങനെ വളരെയധികം മനസ്സ് വിഷമിച്ച് പോരാടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ആ സ്ട്രഗിൾസ് ഒരു ബ്ലെസ്സിങ്ങാണ്. നിങ്ങൾക്ക് ഇന്ന് തരുന്ന ഈ സ്ട്രഗിള് നിങ്ങളെന്ന മെറ്റലിനെ, നിങ്ങളെന്ന മെറ്റീരിയലിനെ കഠിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഠിനമായ കാലമൊന്നും എന്നും നിലനിൽക്കില്ല, പക്ഷേ കാഠിന്യമുള്ള മനുഷ്യൻ നിലനിൽക്കും, ഇതിനൊരു സംശയമില്ല. അത്തരം സാഹചര്യങ്ങൾ നമ്മളതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, സ്ട്രഗിൾസ് വരുന്നു, ആ സ്ട്രഗിളിനെ പോസിറ്റീവായിട്ട് എടുക്കുക. ആ സ്ട്രഗിളിലൂടെ കടന്നു വന്ന അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഒരു സിൽവർ ലൈൻ കാണാൻ സാധിക്കും. ആ അവസാനമായിട്ടാണെങ്കിലും അവസാനം നിങ്ങൾ വെളിച്ചം കാണും, ഒരു സംശയമില്ല. ആ സ്ട്രഗിൾസാണ് എല്ലാവരെയും കരുത്തരാക്കിയിട്ടില്ല. എവിടെയൊക്കെ നിങ്ങൾ കരുത്തുള്ള മനുഷ്യരെ കാണുന്നു, അവരുടെ എല്ലാം പുറകിൽ കാഠിന്യമായ ഒരു സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് മക്കളുടെയൊക്കെ കാഠിന്യമായ സാഹചര്യങ്ങൾ ബൈപ്പാസ് ചെയ്ത് കൊടുക്കാനോ ഔട്ട്സോഴ്സ് ചെയ്ത് അവരെ രക്ഷിക്കാനോ ഒക്കെ ശ്രമിക്കുന്ന മാതാപിതാക്കളും ലീഡേഴ്സും ഒക്കെ ഓർക്കുക, അവരെ ഒന്നും നമുക്ക് ശക്തരായ മനുഷ്യരാക്കി ലോകത്തിന് കൊടുക്കാൻ സാധിക്കില്ല. ആൻഡ് നോ പേഷ്യൻസ് നോ അച്ചീവ്മെൻറ്റ്. നമുക്ക് എന്ത് അച്ചീവ് ചെയ്യണമെങ്കിലും പേഷ്യൻസ് വേണം. കാത്തിരിക്കേണ്ട വരും. ഒറ്റയടിക്ക് ഒറ്റ സ്ട്രൈക്കിലെല്ലാം അങ്ങ് നടക്കണം എന്നാഗ്രഹിക്കുന്നവർ അവസാനം വലിയ നിരാശയായിരിക്കും പല. നല്ല പേഷ്യൻസ് വേണം. ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് വലിയ അച്ചീവ്മെൻറ്റുകൾ നേടാനായിട്ട് പറ്റുള്ളൂ. അവിടെ പേഷ്യൻസ് ഉണ്ടായാൽ പറ്റി. പേഷ്യൻസ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ക്വാളിറ്റിയാണ്. ചിലർക്ക് പേഷ്യൻസേ ഇല്ല, അവർ ഭയങ്കര ധൃതിയുള്ളവരും അക്ഷമരും ഒക്കെ ആണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വലിയ അച്ചീവ്മെൻറ്റുകളൊന്നും ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. പലപ്പോഴും ബുദ്ധിശക്തിയേക്കാളും പ്രധാനമാണ് നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. നമ്മുടെ കൊഗ്നിറ്റീവ് ഇൻ്റലിജൻസ് വളരെ പ്രധാനമാണ്, പക്ഷെ അതിനേക്കാളും വലുതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ചില സമയത്തൊക്കെ നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പക്വമായി ഒരുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഡെസ്റ്റിനിക്ക് വേണ്ടി നമ്മൾ നമ്മുടെ വികാരങ്ങളെയൊക്കെ വളരെ കൃത്യമായി നിയന്ത്രിച്ച് നിർത്തേണ്ടതായിട്ട് വരും. എങ്കിലേ നമുക്ക് ചില അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നേടാൻ പറ്റും. അതിലൊന്നാണ് ഈ പേഷ്യൻസ് എന്ന് പറയുന്നത്. എടുത്തുചാട്ടവും ബഹളവും പ്രശ്നം ഉണ്ടാക്കലും ഒക്കെ ചെയ്യുന്ന മനുഷ്യരുണ്ട്. അവർക്ക് ആ അച്ചീവ്മെൻറ്റ്സിലെത്താൻ പറ്റില്ല. ആ അച്ചീവ്മെൻറ്റ്സിൻ്റെ ബ്യൂട്ടി ജീവിതത്തിൽ ഒരിക്കലും എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല. അവർ പഠിക്കെ കൊണ്ട് കലമടയ്ക്കുന്ന മനുഷ്യരാണ്. നമ്മൾ പേഷ്യൻസോടെ കാത്തിരിക്കണം. നമ്മുടെ ടേം വരും, നമ്മുടെ സമയം വരും, നമ്മുടെ കാലം വരും, ഒരു സംശയമില്ല. പരാജയങ്ങളും വീഴ്ചകളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴോർക്കുക, അതിനകത്ത് ക്ഷമയോടെ കാത്തിരിക്കുന്നവന് അതിൻ്റെ ആ അച്ചീവ്മെൻറ്റ്സിൻ്റെ ബ്യൂട്ടിയും ഗ്ലോറിയും ഒക്കെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ഷമയൊരു മെൻ്റൽ ക്വാളിറ്റിയാണ്. ചെറിയ പ്രായം മുതലേ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടാണ്. ഈ ചെസ്സ് കളിക്കുന്ന കുട്ടികളിലൊക്കെ കാണുന്നൊരു വലിയ കാര്യമാണ്. അവർ വളരെ ക്ഷമയോടെ വളരെ ആഴത്തിൽ കാര്യങ്ങളെയൊക്കെ ഒബ്സർവ് ചെയ്ത് അടുത്ത 3-4 മൂവും കൂടി പ്ലാൻ ചെയ്താണ് അവരിയ്ക്കുന്നത്. അവരൊരു മൂവ് ചെയ്യുമ്പോൾ തന്നെ എതിരാളിയുടെ മൂവ് എന്തായിരിക്കുമെന്ന് ചിന്തിക്കും. തുടർന്നുള്ള മൂവ്മെൻറ്റ് എന്തൊക്കെ ആയിരിക്കണമെന്ന് ചിന്തിക്കും. വളരെ വളരെ ക്ഷമയോടെ. ചില കളികളൊക്കെ തന്നെ നമ്മളെ വളരെ ക്ഷമയുള്ളവരാക്കുന്നതാണ്. കളികളുടെയൊക്കെ ഒരു ഗുണം അതാണ്. നമ്മൾ കളിക്കുമ്പോഴൊക്കെ നമുക്കൊരുപാട് പരാജയങ്ങളും വീഴ്ചകളും ഒക്കെ ഉണ്ടാവും. എഴുന്നേറ്റ് പോരാടാനുള്ള കരുത്ത് കളികളിലാണ് പലപ്പോഴും നമുക്ക് കിട്ടുന്നത്. കളികൾ എപ്പോഴും നല്ലതാണ്. ക്ഷമയൊക്കെ നമ്മളിൽ കൂട്ടിയെടുക്കാൻ അത് വളരെയധികം നല്ലതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. ക്ഷമയൊരു മെൻ്റൽ ക്വാളിറ്റിയാണ്. ഒരു മെൻ്റൽ ക്വാളിറ്റി ഉയർത്തുന്നതിലൂടെ നമുക്ക് അത്തരം സാഹചര്യങ്ങളൊക്കെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ നോ സാക്രിഫൈസ് നോ ഓപ്പർച്യൂണിറ്റി. ചില നഷ്ടങ്ങൾ വരുമ്പോഴാണ് നമുക്ക് സാധ്യതകളും ഉണ്ടാകുന്നത്. നഷ്ടങ്ങളൊന്നും എനിക്ക് വരാൻ പാടില്ല. നഷ്ടങ്ങൾ വരാത്തവർക്ക് സാധ്യതകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു ജോലി നഷ്ടപ്പെട്ടു, ഒരു നഷ്ടമാണ്. ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ നമ്മൾ നിരാശനാകുകയല്ല ചെയ്യാൻ. ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ പല വാതിലുകൾ തുറക്കും. അതാണ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഒരു ജീവിതത്തിലൊരു പ്രശ്നമോ പ്രതിസന്ധിയോ വീഴ്ചയോ വരുമ്പോൾ ആ വീഴ്ചയെ മാത്രമല്ല നമ്മൾ കാണുന്നത്. ഒരു സ്ഥലത്തൊരു തിരിച്ചടി വരുമ്പോൾ വേറെ എന്തെല്ലാം സാധ്യതകളിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ ചില വാതിലുകൾ അടയുന്നത് വളരെ നല്ലതാണ്. അത്ഭുതകരമായിട്ടായിരിക്കും ചില അവസരങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ. ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ്. ചില സമയത്തൊക്കെ ഭാഗ്യം കരുത്തനെ തുണയ്ക്കും, ധൈര്യശാലിയെ തുണയ്ക്കും. ധൈര്യമായിട്ട് നിലനിന്നതുകൊണ്ടാണ്. സാക്രിഫൈസ് ചില സ്ഥലത്തൊക്കെ നല്ലതാണ്. നമ്മൾ വിട്ടുകൊടുക്കുക, ചിലതൊക്കെ വിട്ടുകൊടുക്കുമ്പോൾ
ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആവണം, ആരാവണം എന്നുള്ള വലിയൊരു തർക്കമായിരുന്നു. അപ്പോൾ ജനം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാളെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാനുള്ള വലിയ പ്രവർത്തനങ്ങൾ നടത്തി. ആ ആക്കാതിരിക്കാൻ പ്രവർത്തിച്ച ആളുകളുടെ വില ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. നേരെ മറിച്ച് അവർ പറയുകയാണ്, ഇല്ല, ജനം ഇപ്രാവശ്യം ആഗ്രഹിക്കുന്ന ഇദ്ദേഹത്തെയാണ്, ഞങ്ങൾ ഇതിനു വേണ്ടി ഞങ്ങളുടെ ഇതിനു വേണ്ടിയുള്ള ആവശ്യം പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരെത്ര ഉന്നതരായ നേതാക്കന്മാരെ ഒറ്റ വാക്കിൽ എത്ര ഔന്നിത്യം അവർക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. നേരെ മറിച്ച് അതിനു വേണ്ടി കടിച്ചു തൂങ്ങി പല വൃത്തികെട്ട പണികളും എല്ലാം ചെയ്ത് അവരവരുടെ നിലയും വിലയും സാധ്യതകളും ഭാവിയും ഒക്കെ ഇല്ലാതാക്കി. അവിടെയാണ് കുഴപ്പം. ജനങ്ങളുടെ മനസ്സിൽ അവരെല്ലാം നമ്മളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഞങ്ങൾ ഇതിനില്ല, ജനം ആഗ്രഹിക്കുന്ന ആളായിക്കോട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് രാഷ്ട്രീയത്തിലൊക്കെ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതകൾ, ആ നിലവാരമുള്ള രാഷ്ട്രീയക്കാരുടെയൊക്കെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഒരു സാക്രിഫൈസ്, ചിലതൊക്കെ വിട്ടുകൊടുക്കുമ്പോഴാണ് വലിയ നേട്ടങ്ങളുണ്ടാകുന്നത്. നമ്മൾ വിചാരിക്കും വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടമാണ്. അല്ല, വിട്ടുകൊടുക്കുമ്പോൾ വലിയ സാധ്യതകൾ, ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വരും. നമുക്കറിയില്ല. ഇപ്പോൾ തന്നെ മന്ത്രിയാകാൻ പറ്റാത്ത ചില വളരെ മിടുക്കരായ ആൾക്കാർ കേരളത്തിലിപ്പോൾ UDFൻ്റെ ഭാഗമായിട്ടുണ്ട്. അവർക്കൊക്കെ വലിയ അവസരങ്ങളും സാധ്യതകളും നാളെ കിട്ടിയെന്നിരിക്കും. ഇപ്പം ഇന്ന് മന്ത്രി ആയവരെല്ലാം ചിലപ്പം മിടുക്കരാവണമെന്നുമില്ല. കാരണം അവർ ചിലപ്പോൾ ആ മന്ത്രിസ്ഥാനത്തിരുന്ന് നാറാനും അല്ലെങ്കിൽ ലോ പെർഫോമൻസ്, ഇപ്പോൾ നമ്മൾ പലരും മന്ത്രി ആയിക്കഴിഞ്ഞാൽ അവരുടെ വിലയും നിലയും കുറഞ്ഞു പോയ ഒരുപാട് പേരെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്, ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് കയറിയതുകൊണ്ട് മാത്രം നമുക്ക് അത് വലിയ ഭാഗ്യമാണെന്നോ അത് വലിയ സാധ്യതയാണെന്നോ അതുകൊണ്ട് എൻ്റെ ഭാവി സുരക്ഷിതമായെന്നോ തോന്നരുത്. ചില സ്ഥാനമാനങ്ങളൊക്കെ നമ്മളെ കുറച്ച് കളയും. കാരണം നമുക്ക് ഫിറ്റല്ലാത്തടത്തൊന്നും നമ്മൾ കയറാതിരിക്കുക, നമുക്ക് ഫിറ്റായിട്ടുള്ളത് വരും. അപ്പോൾ സാക്രിഫൈസുകൾ തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് തരും, ഒരു സംശയമില്ല. സാക്രിഫൈസ് എന്ന് പറയുന്നത് കൊടുക്കാനുള്ളൊരു ലാർജർ ഹാർട്ട് നമുക്കുണ്ടോ? ചിലടത്തൊക്കെ വിട്ടുകൊടുക്കുകയും മാറിക്കൊടുക്കുകയും ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് അതിനേക്കാൾ വലിയ അവസരങ്ങളും സാധ്യതകളും നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നോ കൺസിസ്റ്റൻസി, നോ ചേഞ്ച്. ഏത് മാറ്റം ലോകത്തുണ്ടാകണമെങ്കിലും നിരന്തരമായ പ്രവർത്തനം വേണം. മാറ്റം നമുക്കെല്ലാവർക്കും വേണ്ടതാണ്. മാറ്റമില്ലാത്തത് മാറ്റം മാത്രമാണ്. ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ച് എന്നൊക്കെ പറയുന്നത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നതാണ്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളിപ്പം നേടുന്നതൊക്കെ നാളെ നമുക്ക് നേടുകയുള്ളൂ. എന്തെങ്കിലുമൊക്കെ വലിയ അച്ചീവ്മെൻറ്റുകളും വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും ഒക്കെ നമുക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് എഫേർട്ട് വേണം. നിരന്തരമായിരിക്കണം നമ്മുടെ പ്രവർത്തനം. അപ്പോൾ ആരോഗ്യ കാര്യത്തിലൊക്കെ എടുത്താൽ ആരോഗ്യത്തിലൊക്കെ വലിയ പ്രശ്നങ്ങളുള്ളവരാണ്. കൺസിസ്റ്റൻ്റായിട്ട് ആരോഗ്യ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് നല്ല ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ കൺസിസ്റ്റൻ്റായിട്ട് എഫേർട്ടുകൾ ഇടുന്നവർക്ക് നല്ല ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് വരാനായിട്ട് സാധിക്കും. നോളജിൻ്റെ കാര്യത്തിൽ കൺസിസ്റ്റൻ്റായിട്ട് എഫേർട്ട് ഇടുന്നവർക്ക് ആ നോളജ് കൊണ്ട് വലിയ നേട്ടങ്ങളുണ്ടാവും. സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന, കൺസിസ്റ്റൻ്റായിട്ട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൊമോഷൻസും ഉയർച്ചയും നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ഓരോ സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോഴും സ്കില്ലാണ് മണി ഇനിയുള്ള കാലത്ത്. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ അവർ പഠിക്കുന്നു. കൺസിസ്റ്റൻ്റ് എഫേർട്ടാണ്. നിരന്തരമായി പഠിക്കുകയും വളരുകയും, അതാണൊരു ഡെവലപ്മെൻറ്റൽ ആറ്റിറ്റ്യൂഡ്, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് അച്ചീവ്മെൻ്റ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം നിരന്തരമായ എഫേർട്ടുകളുണ്ട്. എല്ലാ ദിവസവും എത്ര ഞാൻ മുന്നേറി, ഇന്നത്തെ ദിവസം എനിക്ക് എന്തെങ്കിലും എൻ്റെ നോളജിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞോ, എൻ്റെ ഹെൽത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞോ, എൻ്റെ സാമ്പത്തിക സ്ഥിതിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞോ, അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് വീക്ക്നെസ് ഉള്ള ആ ഏരിയയിലേക്ക് എനിക്ക് കുറച്ച് സ്ട്രെങ്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞോ. തീർച്ചയായിട്ടും നമ്മൾ ഗ്രോ ചെയ്യും, ചേഞ്ച് ചെയ്യും, ട്രാൻസ്ഫോം ചെയ്യും, ഒരു സംശയമില്ല. പ്രസംഗിക്കാൻ അറിയാത്ത ഒരാൾ, അദ്ദേഹം ഒരു പുരോഹിതനാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, എനിക്ക് പ്രസംഗിക്കാൻ വലിയ പേടിയാണ്, അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുമ്പോഴാരും ശ്രദ്ധയോടെ ഇരിക്കുന്നില്ല, ഐ എം പുവർ ഇൻ പബ്ലിക് സ്പീക്കിംഗ്, ഐ വോണ്ട് ടു ലേൺ. അത് ആ തിരിച്ചറിവ് തന്നെ എത്ര എക്സലൻ്റാണ്. ഞാൻ ഉറക്കുന്ന എത്രയോ പ്രാസംഗികരെ കണ്ടിട്ടുണ്ട്. അവർ വാ തുറക്കുമ്പോൾ തന്നെ മനുഷ്യൻ കോട്ടുമായിടും. നമുക്ക് ആ ഒരു തിരിച്ചറിവ് തന്നെ വലിയൊരു കാര്യമാണ്. അദ്ദേഹം ആ തിരിച്ചറിവോടുകൂടി എൻ്റെ അടുത്ത് വന്നൊരു 2 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. ഞാൻ കുറച്ച് ടിപ്സൊക്കെ കൊടുത്തു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഒരു 2 ആഴ്ച കൂടുമ്പോൾ എന്നെ വിളിക്കും, സുനിലെ ഞാൻ ഈ കാര്യത്തിലൊക്കെ ഇത്ര കണ്ട് ഡെവലപ്പ് ചെയ്തു. ഇപ്പോഴും നല്ലൊരു 10-20 വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ന കാര്യത്തിൽ ഡെവലപ്പ് ചെയ്തു. ഇന്ന് ഞാൻ അദ്ദേഹത്തിനെ കാണുന്ന ഒരു മോസ്റ്റ് പവർഫുൾ സ്പീക്കറാണ് അദ്ദേഹം.
അത് എവിടെ സംസാരിക്കുമ്പോഴും ആൾക്കാർ വളരെ പിൻ ഡ്രോപ്പ് സൈലൻസിൽ കേട്ടിരിക്കും. കാരണം വളരെ വളരെ കീനായിട്ട് അദ്ദേഹം സംസാരിക്കാൻ പഠിച്ചു. കൺസിസ്റ്റൻ്റ് എഫേർട്ടാണ്. അദ്ദേഹം കൃത്യമായി നോട്ട്സൊക്കെ തയ്യാറാക്കി. ഓരോ ദിവസവും അദ്ദേഹം ഒരു കോട്ടെങ്കിലും പഠിക്കും. ഓരോ ദിവസവും അദ്ദേഹം ഒരു പുസ്തകം വായിച്ച് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തൻ്റെ പ്രസംഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഏത് സബ്ജക്റ്റ് സംസാരിക്കുമ്പോഴും ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കഥകൾ, ആശയങ്ങൾ, ചിന്താഗതികളൊക്കെ അതിനകത്തേക്ക് കൊണ്ടുവരാനും അത് വളരെ റിലവൻ്റായിട്ട് കൊണ്ടുവരാനും ആ മുമ്പിലിരിക്കുന്ന ജനങ്ങളുടെ ജീവിതവുമായിട്ട് അതിനെ കണക്ട് ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിന് പ്രത്യേകമായൊരു കഴിവാണ്. അതിൻ്റെ കൺസിസ്റ്റൻ്റ് എഫേർട്ട് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചത്. ആ കൺസിസ്റ്റൻ്റ് എഫേർട്ട് അത് ഇന്നും നിർത്തിയിട്ടില്ല. അദ്ദേഹത്തിന് ഇന്ന് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്, നല്ല പിന്നെ ഒരു പ്രതികരണം കിട്ടുന്നുണ്ട്. പുള്ളി വലിയൊരു പ്രാസംഗികനാണെന്ന് പുള്ളിക്കും അറിയാം. പക്ഷേ എഫേർട്ടുകൾ നിർത്തിയിട്ടില്ല. നിരന്തരമായി നല്ല നല്ല പുസ്തകങ്ങൾ, നല്ല നല്ല പ്രഭാഷണങ്ങളും ഒക്കെ അദ്ദേഹം പോയി കേൾക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും നിരന്തരമായി പ്രവർത്തിക്കുകയും ചെയ്യും. കാരണം അതിന് ഒരു കോംപ്രമൈസും ഇല്ല. അത് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയാണ്. ആ കൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു എക്സലൻറ്റ് ക്വാളിറ്റിയാണ്, ഒരു ഗ്രേറ്റ് ട്രെയ്റ്റാണ്. അങ്ങനെയുള്ളവരെ ആർക്കും തോൽപ്പിക്കാനായിട്ട് പറ്റില്ല. അവർ ട്രാൻസ്ഫോം ചെയ്യും, അവർ ചേഞ്ച് ചെയ്യും, അവർ വലിയ ശക്തിയായി മാറും, നിലനിൽക്കും. ഇത് തന്നെയാണ് ഫൈനലി ഗിവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ്. നമ്മളെല്ലാം ബഹുമാനിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമുക്കെല്ലാം അംഗീകാരങ്ങൾ വേണം, നമ്മളെല്ലാം റെക്കഗ്നൈസ് ചെയ്യപ്പെടണം, നമുക്കെല്ലാവരും നമ്മളെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരാണ്. പക്ഷെ ഒരു കാര്യം വളരെ പ്രധാനമാണ്. മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാത്ത, മറ്റുള്ളവർക്കത് കൊടുക്കാൻ കഴിയാത്ത ആൾക്കാർ അത് പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ഈ ഭയപ്പെടുത്തിയൊക്കെ, അധികാരമൊക്കെ ഉണ്ടെങ്കിൽ ഭയപ്പെടുത്തിയൊക്കെ മനുഷ്യരെ കൊണ്ട് റെസ്പെക്റ്റ് ചെയ്യിക്കാനൊക്കെ സാധിക്കും. നമ്മുടെ അധികാര കസേരകളിലൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് പേരൊക്കെ നമ്മളെ അതിൻ്റെ പങ്ക് പറ്റാനായിട്ടൊക്കെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്തെന്നൊക്കെ ഇരിക്കും. പക്ഷെ നമുക്കിതൊക്കെ നഷ്ടപ്പെട്ടാൽ, നമുക്കൊരു പേഴ്സണൽ ക്വാളിറ്റി ഓഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കാലത്തും ആ റെസ്പെക്റ്റ് കിട്ടും. ഗിവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ്. ഇത് സായിപ്പ് നമ്മളെ പഠിപ്പിച്ചിട്ട് പോയ ഒരു കാര്യമാണ്. നമുക്ക് വളരെ കുറവാണത്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഈഗോയും എന്തൊക്കെയോ ആണെന്നുള്ള തോന്നലും ഒക്കെയുണ്ട്. പലപ്പോഴും മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാരാരാണെന്ന് ചോദിച്ചാൽ വളരെ ചീപ്പായിട്ടുള്ള ആൾക്കാരാണ്. വളരെ എമിനൻ്റായിട്ടുള്ള ആൾക്കാർ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ്. വളരെ ചീപ്പായിട്ടുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത, അവരെന്തോ ആണെന്നൊരു തോന്നലുണ്ട്. ഈഗോ എന്നൊക്കെ പറയുന്ന ഒരു മെൻ്റൽ ലോനെസ്സാണ്. അപ്പോൾ വളരെ താഴ്ന്ന ആൾക്കാരിലാണ് ഈ കോംപ്ലക്സ് ഒക്കെ ഭയങ്കരമായിട്ട് വരികയും മറ്റുള്ളവരെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുക, മറ്റുള്ളവരെ അവഹേളിക്കുക, മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുക, ജാതിയുടെയും മതത്തിൻ്റെയും ലിംഗത്തിൻ്റെ ഒക്കെ പേരിൽ മനുഷ്യനെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുക. ഇതൊക്കെ ഒരു നിലവാരം കുറഞ്ഞ മനുഷ്യരുടെ പ്രകൃതങ്ങളാണ്. ഇത്ര ആൾക്കാരൊക്കെ എല്ലായിടത്തും കൃത്യമായിട്ട് വളരെ ചീപ്പ് ആൾക്കാരെന്ന് അടയാളപ്പെടുത്തപ്പെടും. അത് എല്ലാവരും തുറന്ന് പറയണമെന്നൊന്നുമില്ല, ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മൾ രാഷ്ട്രീയത്തിലായാലും സാമൂഹിക രംഗത്തായാലും സാംസ്കാരിക രംഗത്ത്, കലാരംഗത്തൊക്കെ ആരാണ് നിലവാരമുള്ളതെന്നും ആരാണ് നിലവാരമില്ലാത്തതെന്നും കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. ഒന്നും അറിയാൻ വയ്യാത്തതുകൊണ്ടൊന്നുമല്ല, പിന്നെ എല്ലാവരും അത് തുറന്നൊന്നും പറയില്ല. ഞാനിത് തുറന്ന് പറയും. കാരണം ഇത് ഈ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയാത്ത, മറ്റുള്ളവരെ കരുതാത്ത മനുഷ്യൻ എന്നൊക്കെ പറയുന്ന ഒരു നിലവാരമില്ലായ്മയുടെ പ്രതിഫലനമാണ്. വെരി ചീപ്പ് പീപ്പിൾ. ഒരു സംശയ കാര്യത്തിലില്ല. നമ്മൾ ഒന്നും ഫ്രീ ആയിട്ട് ലോകത്ത് കിട്ടത്തില്ല. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നത്തിങ് ഈസ് ഫ്രീ, എവറിത്തിങ് ഹാസ് എ പ്രൈസ്. എല്ലാത്തിനും ഒരു വിലയുണ്ട്. ചീപ്പായിട്ട് ഒരു സാധനവും ഈ ലോകത്തില്ല, ഫ്രീ ആയിട്ടൊരു സാധനവും ഈ ലോകത്തില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ അതിന് ചില നല്ല എഫേർട്ടുകൾ, നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നിടത്താണ് നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുമ്പോൾ അതിന് നല്ല റിട്ടേൺ വരും. ആ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ബോധപൂർവം, ബുദ്ധിപൂർവം ചെയ്യുന്ന മനുഷ്യർ അതിൻ്റെ റിട്ടേൺസ് ബ്യൂട്ടിഫുള്ളായിട്ട് എൻജോയ് ചെയ്യും. ആസ് യു സോ യു റീപ്പ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹാപ്പി ലിവിങ്.